നമസ്കാരം. ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതേനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കുറേ ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങളെല്ലാവരെയും കാണുകയാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾക്കും ഒരുപാട് സന്തോഷമായി എന്നറിയാം. ഒരുപാട് നാളത്തെ നമ്മുടെ രണ്ട് കൂട്ടരുടെയും, എൻ്റെയും ആയാലും നിങ്ങളുടെ ആയാലും കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് നമ്മളിവിടെ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പഠിച്ചു. കാരണം നമുക്ക് കിട്ടുന്ന എന്താണോ അതിനെ നമ്മൾ വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഗുണപാഠം കേട്ടോ. കാരണം ബാക്കി എന്തെങ്കിലും ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ പിന്നെ ചെയ്യാം, ആ തിരക്കുകൾ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ആദ്യം മാറ്റേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ തിരക്കുകൾ വന്നാലും ഗുരുവായൂരപ്പൻ്റെ നിയോഗമാണ് ഇത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പാഠമാണ് എനിക്കിതിന്ന് കിട്ടുന്നത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് എൻ്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല, കാരണം ഞാൻ നിങ്ങളുടെ ആരുടെയും ചോദ്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. 2 ആഴ്ച മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും, ഞാനും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെ എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. നമുക്കതിൻ്റെ ഉത്തരവുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈശാഖം കഴിയാറായില്ലേ? വൈശാഖത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തിരിക്കുകയാണ്. മറ്റന്നാളാണ് വൈശാഖം കഴിയുക. അപ്പോൾ ഇനി വൈശാഖത്തിൻ്റെ നാമജപത്തിൻ്റെ കൗണ്ടൊക്കെ നിങ്ങൾ എടുത്തോളൂ. 16-ാം തീയതിയിലത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതേമാതിരി തന്നെ നാരായണീയം, നാമജപം, സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, എന്തൊക്കെയാണോ നിങ്ങൾക്ക് നാരായണ കവച മന്ത്രം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെ നന്നായി തന്നെ ഈ ഗുരുവായൂരപ്പനോട് അടുത്തിരിക്കാൻ, ചേർന്നിരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഒട്ടും പരിഭ്രമിക്കേണ്ട. വൈശാഖം എന്നുള്ളത് ഒരു കാലയളവ് മാത്രമാണ്. ഗുരുവായൂരപ്പനെ ഭജിക്കാൻ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നേരമോ കാലമോ ദേശമോ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാവുന്നതാണ്, ജപിക്കാവുന്നതാണ്, ഭജിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈശാഖത്തിൽ മാത്രമാണ് ജപിക്കാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ വൈശാഖത്തിൽ സാധിച്ചവർക്കൊക്കെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇനി അത് സാധിക്കാത്തവർക്ക് ഒട്ടും വിഷമിക്കേണ്ട. നമുക്കിതാ ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് പുതിയ പുതുമകളോട് കൂടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കാര്യം കൂടി പറയാനാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത 7 ദിവസക്കാലത്തേക്ക് ഒരു കോഴ്സ് പോലെ നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടുത്ത 7 ദിവസത്തേക്ക് ഭജിക്കാൻ തുടങ്ങുകയാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ കേട്ടോ. അടുത്ത 7 ദിവസം മുടങ്ങാതെ നമുക്ക് 12 നമസ്കാരം ചെയ്യാം. നമുക്കെല്ലാവർക്കും ചെയ്യാം, ഞാനും ചെയ്യാം, നിങ്ങളും ചെയ്യാൻ സാധിച്ചവർക്കെല്ലാവർക്കും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യൂ കേട്ടോ. അതേമാതിരി തന്നെ അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണോ ആ അമ്പലത്തിലൊന്ന് പോയി തൊഴാം. നമ്മളിൽ പലരും യാത്രകളിലായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ മോഹം ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളുടെ ഒഴിവ് നോക്കും, ഹസ്ബൻഡിൻ്റെ ലീവ് നോക്കി നമ്മൾ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് തൊഴാൻ സാധിച്ചാൽ അത്രയും നന്നായി. അത് കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി പറ്റിയില്ല വെച്ചാലും വിഷമിക്കേണ്ട. ഈ 7 ദിവസം നമ്മൾ നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റ് 6 മണിക്കുള്ളിൽ കുളിച്ചിരിക്കണം എന്നൊരു നിബന്ധനയും കൂടി പറയുകയാണ്.
അതേപോലെ 12 നമസ്കാരം ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കണം. അത് ഭഗവതിയമ്മയുടെ ആവാം, അതല്ലെങ്കിൽ മഹാദേവൻ്റെ ആവാം, അതല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആവാം, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതേമാതിരി തന്നെ ഇനി വരുന്ന ഈ 7 ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ഒരു ദശകം നാരായണീയമെങ്കിലും വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നാരായണീയം ചൊല്ലിയിടുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു നാരായണീയം ചൊല്ലുന്ന ആളുടെ നാരായണീയം വെച്ച് കേട്ടാലും മതി, ആ കേട്ടിട്ട് കൂടെ ചൊല്ലാൻ ശ്രമിച്ചാലും മതി. ഇനിയിപ്പോൾ പറയാണ് എനിക്ക് 1ാമത്തെ ദശകം മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 100ാമത്തെ ദശകം മാത്രമേ അറിയുള്ളൂ, എനിക്ക് പീലിയില ചൊല്ലുന്ന അഗ്രേ പശ്യാമി മാത്രമേ അറിയുള്ളൂ, മതി, എന്നാലും കുഴപ്പമില്ല. ഈ വരുന്ന 7 ദിവസം മുടങ്ങാതെ നാരായണീയം ചൊല്ലുക. ഏതെങ്കിലും ഒരു ദശകമെങ്കിലും നിങ്ങളെക്കൊണ്ട് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഈ ഒരു വരുന്ന 7 ദിവസത്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നമ്മളുടെ ഒരു മെഡിസിൻ കോഴ്സ് പോലെയാണ്, ഒരു ഭജനയുടെ ഒരു കോഴ്സാണ് കേട്ടോ ഞാൻ പറയണേ. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ ഞാൻ പറയണേ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 7 ദിവസം രാവിലെ എഴുന്നേറ്റ് 6 മണിക്കുള്ളിൽ കുളിക്കുക, 7 ദിവസം 6 മണിക്കുള്ളിൽ കുളിക്കുക മാത്രമല്ല 12 നമസ്കാരം ചെയ്യുക. ഇതേമാതിരി തന്നെ 12,000 നാമം ചൊല്ലുക. ഇതൊരു വലിയ ടാസ്ക്കാണ്, എനിക്കറിയാം കേട്ടോ. 12,000 നാമത്തിന് കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക വേണം. ഈ 12,000 നാമം എന്നുള്ളത് നമ്മളൊരു കാര്യം ചെയ്താൽ മതി, 10 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കുക. 10 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കുന്നതിൻ്റെ ഇടയിൽ എണ്ണം പിടിക്കുക. 10 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര നാമം ജപിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു കണക്കെടുക്കുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 10 മിനിറ്റിൽ നിങ്ങൾ 1000 നാമമാണ് ജപിക്കണേ വിചാരിക്കുക. അപ്പോൾ ഈ 10 മിനിറ്റ് നമ്മൾ ഇരുന്ന് ജപിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രയാണ് ജപിക്കാൻ പറ്റുക നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുക്കുമ്പോഴൊക്കെ നാമം ജപിക്കുക. അപ്പോൾ എത്ര 10 മിനിറ്റുകൾ കൂട്ടിച്ചേർത്താലാണ് 12,000 ആവുക, അത്രയും 10 മിനിറ്റുകൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. അല്ലാതെ ഇരുന്ന് എണ്ണി നാമം ജപിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12,000 നാമം നമുക്ക് എല്ലാവർക്കും ചൊല്ലി നമസ്കരിക്കാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ നാരായണീയം, നാമം, നമസ്കാരം, നേരത്തെ എഴുന്നേറ്റ് കുളിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യില്ലേ. ഇനിയിപ്പോൾ അനേകം പേർക്ക് സംശയം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ സവിത അടുത്ത 12 ദിവസം ഞങ്ങൾ നോൺ വെജ് ഉപേക്ഷിക്കണോ? സാധിക്കുന്നവർ ഉപേക്ഷിക്കും, എല്ലാവരോടും ഞാൻ പറയില്ല, എല്ലാവർക്കും സാധിക്കില്ല. അതിൻ്റെ ഇടയിലാവും ചിലപ്പോൾ വല്ല മെയിൻ ഫങ്ഷൻസ്, ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ പോണ സമയത്ത് നമ്മൾ അവിടുത്തെ പോയി ആ പാർട്ടിയിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് കഴിക്കണില്ലേ എന്ന് വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഈ ആതിഥേയർ വന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വ്രതത്തിലാണ്, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ വ്രതം, നമ്മളുടെ ഇഷ്ടങ്ങൾ അത് മറ്റുള്ളവർ അറിയുന്നതിലും നമുക്കിത്തിരി സങ്കടമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന ഭക്ഷണം കഴിച്ചവരെ മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്നൊന്നും. അതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കാനില്ല. പക്ഷെ നാരായണീയമൊക്കെ വായിക്കുന്ന സമയത്ത് കുറച്ച് ശുദ്ധമൊക്കെ നോക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ ചൊല്ലാൻ പറ്റിയത് നന്നായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് നന്നായിരുന്നു. എനിക്കറിയാം കേട്ടോ, കുറേ അമ്മമാർ ഇതൊക്കെ ഓൾറെഡി പ്രാക്ടിക്കലാക്കണതാണെന്ന്. പറ്റാത്ത ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരോടാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ. മാത്രമല്ല എൻ്റെ അനിയത്തിമാരായിട്ട് കുറച്ച് കുട്ടികളും കൂടി ഉണ്ടാവുമല്ലോ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ. അവരും ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ അമ്മമാരായിരിക്കും. അപ്പോൾ അത് നാളെ ആവാം മറ്റന്നാളാവാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. പിന്നെ പഠിക്കണ കുറച്ച് കുട്ടികളും ഉണ്ടാവും. അവരോടൊക്കെ കൂടിയിട്ട് കേട്ടോ ഞാൻ പറയണേ. ഈ അമർനാഥ്, ദിയക്കുട്ടി അങ്ങനത്തെ കുഞ്ഞുകുട്ടികളും ഉണ്ടാവുമല്ലോ. ഇവരെല്ലാവരും കൂടി ഫോളോ ചെയ്യേണ്ട കാര്യം കേട്ടോ പറയണേ. അടുത്ത 12 ദിവസം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരു ഭജന സമർപ്പിക്കണം. എൻ്റെ മോഹമാണ്, നിങ്ങളെല്ലാവരും കൂടെ നിൽക്കും തന്നെയാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരോടും കൂടിയിട്ടാണ് പറയണേ. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. 6 മണിക്ക് മുമ്പ് കുളി കഴിയണം കേട്ടോ. രാവിലെ 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളി കഴിയണം. അതേപോലെ 12 നമസ്കാരം ചെയ്യണം, 12,000 നാമം ജപിക്കണം. നാരായണീയം ഒരു ദശകമെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒരു ദശകമെങ്കിലും നിങ്ങൾ ചൊല്ലണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു 12 ദിവസത്തെ ഭജനം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഭഗവാന്റെ ആ ഒരു
കുട്ടിയായിരിക്കുന്ന കുഞ്ഞു ഉണ്ണികൃഷ്ണൻ്റെ വികൃതി ചിന്തിക്കാം. അതല്ലെങ്കിൽ വലിയ ഉണ്ണികൃഷ്ണൻ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ്റെ ആ ഒരു ഭാവങ്ങൾ ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ അവതാര സമയത്ത് എന്തെല്ലാം ടാസ്ക്കാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ നിഷ്പ്രയാസം അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആ ഒരു നൂലുണ്ടയെ ഓരോ കെട്ടുകളായിട്ട് അഴിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്ക് പല രീതിയിൽ കൃഷ്ണ ആസ് എ സൺ, ഗുരുവായൂരപ്പനെ ഒരു മകനായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇരിക്കും, നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു കുസൃതി കണ്ണനായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ചിന്തിക്കാം. അതല്ലെങ്കിൽ കൃഷ്ണ ആസ് എ ലവർ, നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ എല്ലാമായ പ്രിയതമനായി മാറിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയും വിചാരിക്കാം. കൃഷ്ണ ആസ് എ ടീച്ചർ, ഗുരുവായൂരപ്പനെ നമ്മളൊരു ഗുരുവായി സ്വീകരിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെല്ലാം രീതികളിലാണ് അദ്ദേഹം നമുക്കത് കാണിച്ചു തരുന്നത്, അങ്ങനെ ചിന്തിക്കാം അല്ലേ. കൃഷ്ണ ആസ് എ ഗൈഡ്, നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ കൊണ്ടുപോകേണ്ടത്, കൈപിടിച്ച് എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ നമ്മളിൽ ഭഗവാൻ കാണിക്കുന്ന അനുഗ്രഹം പലർക്കും തോന്നാറില്ലേ, പല സന്ദർഭത്തിലും തോന്നാറില്ലേ, എന്നെ ഭഗവാൻ കണക്കാക്കണില്ല, എന്നെ ഭഗവാൻ ഇഷ്ടമില്ല, എൻ്റെ പ്രാർത്ഥന എന്നോട് പറയണ 100% അമ്മമാർ അങ്ങനെയാണ് പറയാറ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ സവിത പ്രാർത്ഥിച്ചാൽ കേൾക്കും, സവിത ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചാലല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും. എന്താ അതിന് ഉദാഹരണം? ഉറപ്പായിട്ടും ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിച്ച ഒരു മൊമെൻ്റെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറാവോ? ഒട്ടുമില്ലല്ലോ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾ ഭഗവാനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു വരുന്ന 12 ദിവസം വളരെയധികം ഭംഗിയാക്കാം. ഇനി നിങ്ങളുടെ അടുത്തൊരു ചോദ്യം വരുന്നത്, ഞാൻ പീരീഡ്സിലാണ് സവിത, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? സവിത ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, നാരായണീയം വായിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് മുൻപായിട്ട് കുളിക്കാം, അതിന് വിരോധമൊന്നുമില്ലല്ലോ. അതേപോലെ നിങ്ങൾക്ക് 12,000 നാമം ജപിക്കാം, അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കൃഷ്ണകഥകൾ ചിന്തിക്കാം, അതിനെന്താ കുഴപ്പം? അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, മതി. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ 12 ദിവസം എൻ്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച്, കൃഷ്ണാരിമിത്രങ്ങളെല്ലാവരും ഒരുമിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കാമല്ലോ, അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കൂ. അടുത്ത ദിവസം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊണ്ടിട്ട് ഞാൻ വിശദമായ വീഡിയോയുമായിട്ട് വരാം. ഇതെൻ്റെ സന്തോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അടുത്ത 7 ദിവസം ഗുരുവായൂരപ്പനെ ഭജിക്കാൻ പോവുകയാണ്. അതേപോലെ നിങ്ങളും അടുത്ത 7 ദിവസം ഗുരുവായൂരപ്പനെ എന്നോടൊപ്പം ഭജിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. ഭജന ഇരിക്കാനൊന്നും ഞാൻ പോണില്ല, പക്ഷെ ഭജിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഇതേപോലെ എൻ്റെ കൂടെ നിങ്ങളും വരും. നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ അടുത്ത 7 ദിവസവും നമുക്കൊരുമിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുന്നതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഞാൻ ചെയ്യാം. നിർമ്മാല്യത്തിലൂടെയോ നീലാംബരിയിലൂടെയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ തയ്യാറാണോ അല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കൂ. കൂടുതൽ വിശദമായ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭാരേ.